ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 55ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ താരം അത് എൻട്രിക്കാണ്. നിലവിൽ തകർപ്പൻ പ്രകടനമാണ് ഒളിമ്പിക് ലിയോണിന് വേണ്ടി എൻട്രിക്ക് പുറത്തെടുക്കുന്നത്. എന്നാൽ താരത്തിൻ്റെ ലോൺ കാലാവധി ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി പൂർത്തിയാകും. പക്ഷേ ലിയോണിന്റെ പരിശീലകന് എൻട്രിക്കിനെ നിലനിർത്തണം. അടുത്ത സീസണിലേക്ക് കൂടി ഈ താരത്തെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കാൻ ലിയോൺ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് ESPN ബ്രസീൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ താരം അത് ലുക്കാസ് പക്കേറ്റയാണ്. ഒടുവിൽ ഫ്ലമംഗോയുടെ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ താരത്തെ വിട്ടു നൽകാൻ വെസ്റ്റ് ഹാം യുണൈറ്റഡ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആകെ 42 മില്യൺ യൂറോയാണ് അവർ ചിലവഴിക്കുക. മറ്റു പല ക്ലബ്ബുകളിൽ നിന്നും ലുക്കാസ് പക്കേറ്റയ്ക്ക് ഓഫറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ താരം അത് മൈക്ക് മൈഗ്നനാണ്. അതായത് AC മിലാന്റെ ഫ്രഞ്ച് ഗോൾ കീപ്പറായ ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കുമായിരുന്നു. ഈ കരാർ പുതുക്കാൻ വേണ്ടിയുള്ള മിലാന്റെ ശ്രമങ്ങൾ ഇപ്പോൾ ഫലം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. 2031 വരെ കരാർ പുതുക്കാൻ ഈ ഗോൾ കീപ്പർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാലാമത്തെ താരം അത് ഗൈഡോ റോഡ്രിഗസ് ആണ്. അർജന്റീൻ താരമായ ഇദ്ദേഹം ഇനി മുതൽ ലാലിഗയിലാണ് കളിക്കുക. വെസ്റ്റ് ഹാമിൽ നിന്നും വലൻസിയയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. താരത്തിന്റെ മെഡിക്കൽ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ താരം അത് സിമിക്കസ് ആണ്. ലിവർപൂൾ താരമായ ഇദ്ദേഹം ഇതുവരെ റോമയ്ക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ സിമിക്കസ് ലിവർപൂളിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണ്. ഇക്കാര്യം റോമയുടെ ഡയറക്ടർ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആറാമത്തെ താരം അത് അൻസെൽമിനോയാണ്. ഈ താരം ഇതുവരെ ലോൺ അടിസ്ഥാനത്തിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ അൻസെൽമിനോയെ ചെൽസി ഇപ്പോൾ തിരികെ വിളിച്ചിട്ടുണ്ട്. ഇനി ചെൽസിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുക. ഏഴാമത്തെ താരം അത് എമേഴ്സൺ ആണ്. ബ്രസീലിയൻ റൈറ്റ് ബാക്ക് ആയ ഇദ്ദേഹം നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി വലൻസിയ, ഫിയോറന്റീന എന്നിവരൊക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അത് വിഫലമായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ കൈവിടാൻ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല എമേഴ്സണും ഇപ്പോൾ ബ്രസീലിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി മറ്റൊരു താരം എഡേഴ്സൺ ആണ്. നിലവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ അറ്റ്ലാന്റയ്ക്ക് വേണ്ടിയാണ് ഈ ബ്രസീലിയൻ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ശ്രമിക്കുന്നുണ്ട്. ക്ലബ്ബുകൾ തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. താരത്തിന് അത്ലറ്റിക്കോയിലേക്ക് വരാൻ സമ്മതമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ഒൻപതാമത്തെ താരം അത് ഡഗ്ലസ് ലൂയിസ് ആണ്. നിലവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ യുവന്റസിന് വേണ്ടിയാണ് ലൂയിസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ ഇപ്പോൾ ചെൽസിക്ക് താല്പര്യമുണ്ട്. എന്നാൽ സ്ഥിരമായി കൊണ്ട് താരത്തെ വാങ്ങാൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 10 വിനീഷ്യസ് ജൂനിയറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈ താരത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടിയുള്ള റയലിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. അത് ഫലം കണ്ടിട്ടില്ല. പക്ഷേ PSG-ക്ക് താരത്തിൽ ഇപ്പോഴും വലിയ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 30 മില്യൺ യൂറോയാണ് സാലറി ആയിക്കൊണ്ട് അദ്ദേഹം റയലിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ഈ സാലറി നൽകാൻ PSG ഇപ്പോൾ ഒരുക്കമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി 11ാമത്തെ താരം അത് ഹാരി മഗ്വയർ ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ താരത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ കോൺട്രാക്റ്റ് പുതുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി 12 ഫെഡറിക്കോ കിയേസ. ഈ താരത്തെ തിരികെ എത്തിക്കാൻ യുവന്റസിന് ഇപ്പോൾ താല്പര്യമുണ്ട്. ലിവർപൂൾ താരത്തെ റിലീസ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായ സിർക്സിയിലും യുവന്റസ് തങ്ങളുടെ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ഇനി 13 ആദം വാർട്ടൺ ആണ്. നമുക്കറിയാം റയൽ മാഡ്രിഡ് വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ച ഒരു മധ്യനിര താരമാണ് ആദം. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ലിവർപൂളിലേക്ക് പോകാനാണ് സാധ്യത. ക്രിസ്റ്റൽ പാലസ് താരമായ ഇദ്ദേഹം ലിവർപൂളുമായി 5 വർഷത്തെ കരാറിൽ ഒപ്പുവെക്കാൻ ധാരണയിൽ എത്തി എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 14 വിക്ടർ വാൾഡെപനാസ്. റയലിന്റെ 19 വയസ്സ് മാത്രമുള്ള സെന്റർ ബാക്ക് ആണ് വിക്ടർ. ഈ സീസണിൽ അദ്ദേഹം അരങ്ങേറ്റം നടത്തിയിരുന്നു. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ആഴ്സണൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അവർ ഓഫറുകൾ ഒന്നും നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി 15 ഹൂലിയൻ ആൽവരസ് ആണ്. ആഴ്സണൽ ഈ അർജന്റീൻ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. വളരെ സീരിയസ് ആയിക്കൊണ്ട് പരിഗണിക്കുന്നുണ്ട്. ഏകദേശം 80 മില്യൺ പൗണ്ട് വരെ അദ്ദേഹത്തിന് വേണ്ടി മുടക്കേണ്ടി വന്നേക്കും.
FC ബാഴ്സലോണ വളരെയധികം പ്രയോറിറ്റി നൽകുന്ന ഒരു താരമാണ് ഹൂലിയൻ ആൽവറസ്. ഇനി 16 ഡുസാൻ വ്ളഹോവിച്ച്. വരുന്ന സമ്മറിൽ ഇദ്ദേഹം ഫ്രീ ഏജന്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലബ്ബുകൾ വ്ളഹോവിച്ചിൽ ഇപ്പോൾ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. AC മിലാൻ, ടോട്ടൻഹാം, ചെൽസി എന്നിവരൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ് വ്ളഹോവിച്ച്. ഇനി 17 ജെറമി ജാക്കറ്റ്. 21 വയസ്സ് മാത്രമുള്ള ഡിഫൻഡറാണ് ഇദ്ദേഹം. ഫ്രഞ്ച് ക്ലബ്ബായ റന്നസിന് വേണ്ടിയാണ് ഇദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ചെൽസി വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു, പക്ഷെ അതൊന്നും ഫലം കണ്ടിട്ടില്ല. എന്നിരുന്നാലും അടുത്ത സമ്മറിലും താരത്തിന് വേണ്ടി ശ്രമിക്കാനാണ് ചെൽസിയുടെ ഒരു തീരുമാനം. 18 പരിശീലകനായ സാബി അലോൺസോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈ പരിശീലകന്റെ പ്രതിനിധികളെ ലിവർപൂൾ മാനേജ്മെന്റ് ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമമായ യാസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ലിവർപൂളിനെ ഏറ്റെടുക്കാൻ സാബി തയ്യാറാകുമോ എന്നുള്ളതാണ് ഇവർ അന്വേഷിച്ചിട്ടുള്ളത്. പോസിറ്റീവായി കൊണ്ടാണ് മറുപടി വന്നിട്ടുള്ളത്. അതായത് ലിവർപൂളിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ സാബി അലോൺസോക്ക് സമ്മതമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 19 ഇവാൻ പെരിസിച്ച്. നിലവിൽ ഡച്ച് ക്ലബ്ബായ PSVക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ താരം ഹാപ്പിയല്ല. അതുകൊണ്ട് തന്നെ തന്റെ പഴയ ക്ലബ്ബായ ഇന്റർ മിലാനിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് ഈ ക്രൊയേഷ്യൻ താരമുള്ളത്. 2027 വരെയുള്ള ഒരു കരാറിലായിരിക്കും അദ്ദേഹം ഒപ്പുവെക്കുക. 20 ടാലിസ്കയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. നേരത്തെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ടാലിസ്ക. നിലവിൽ തുർക്കി ക്ലബ്ബായ ഫെനർബാഷയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റൊരു സൗദി ക്ലബ്ബായ അൽ താവൂൻ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സീസൺ അവസാനിക്കുന്നതോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പൂർത്തിയാവുക. ആ കോൺട്രാക്ട് പുതുക്കാൻ ഫെനർബാഷയ്ക്ക് താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ടാലിസ്ക സൗദി അറേബ്യൻ ലീഗിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇങ്ങനെ 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം.